ഇവിടെ ഇതിലേറ്റവും നമുക്ക് പറയാനുള്ളത് ഈ ശബരിമല എന്ന് ഫോക്കസ്ഡ് ആയിട്ടുള്ള ചർച്ച പോലും അപകടകരമാണ്. കാരണം ശബരിമലയിൽ നടന്നതിനേക്കാൾ ഗുരുതരമായ മോഷണങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കേവലം ചെട്ടികുളങ്ങര മാത്രമല്ല, ചെട്ടികുളങ്ങര ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം ആയതുകൊണ്ടാണ്. അനേക ക്ഷേത്രങ്ങളിൽ. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായി ഓഡിറ്റിംഗ് നടക്കണം, ഓഡിറ്റിംഗ് രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. പക്ഷേ ഇപ്പം നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യം വരുന്നത്. അതെ, ഇല്ല, തീർച്ചയായിട്ടും ശരിയാണ് പറഞ്ഞത്. NSSൻ്റെ അന്നുണ്ടായതുപോലുള്ള ഇടപെടൽ ഇന്ന് കാണുന്നില്ല. നമ്മൾ NSSുമായിട്ട് ബന്ധപ്പെടുന്നില്ല, നമ്മളൊരു സാമുദായിക സംഘടനയായിട്ടും ബന്ധപ്പെടുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ് സന്യാസിമാരിതിൽ ഇടപെടുന്നത്. നമുക്കത് പറയാൻ പറ്റില്ല. അറിയാതെ ഒരു കുറ്റാരോപണം ആരെക്കുറിച്ചും പറയാൻ പാടില്ല. കാരണം അതിലൊക്കെ രാഷ്ട്രീയപരമായ എന്തൊക്കെ ഉണ്ട്. ഹൈന്ദവ സംഘടനകൾ സമ്മർദ്ദത്തിലാണോ നമുക്കറിയില്ല. അറിയാത്തത് എങ്ങനെ പറയാനൊക്കും? കാരണം ഇപ്പം അദ്ദേഹം ചോദിച്ചത് NSS തുടങ്ങിയ സംഘടനകളെക്കുറിച്ചാണ്. അവർ സമ്മർദ്ദത്തിലാണോ അല്ല പ്രലോഭനത്തിലാണോ നമുക്കറിയില്ല. അറിയാത്തതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അറിയാത്തൊരക്ഷരം പറയാൻ പാടില്ല. മാർഗദർശക് മണ്ഡലം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ രൂപീകരണ സന്ദർഭത്തിൽ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനത്തിനും ഹൈന്ദവ സമാജത്തിനും ഒരുപോലെ ഉപദേശ നിർദ്ദേശം നൽകാൻ വേണ്ടി അതിൻ്റെ സന്ദർഭത്തിൽ തന്നെ രൂപപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ മാർഗദർശക് മണ്ഡലം വിശ്വ ഹിന്ദു പരിഷത്തുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കീഴിൽ നിന്ന് പറയാൻ പാടില്ല. വിശ്വ ഹിന്ദു പരിഷത്തിനും മാർഗദർശനം ചെയ്യാനുള്ള മണ്ഡലമാണ്. അതിൻ്റെ കേരള ഘടകമാണ് ഇവിടെ ഒത്തുകൂടിയത്. തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും ഇറങ്ങേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്ന് മിക്കവാറും നമ്മുടെ മാധ്യമങ്ങൾ, വിശേഷിച്ച് സോഷ്യൽ മീഡിയ നയിക്കുന്നൊരു സ്വഭാവം ഇന്ന് കാണുന്നുണ്ട് സമൂഹത്തെ വലിയൊരളവിൽ. അപ്പം നമുക്ക് സത്യസന്ധമായ അന്വേഷണം നടന്ന് സത്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് സമൂഹം അതറിയുന്നത്. സത്യസന്ധമായ അന്വേഷണം നടക്കണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, ആരും ബലിയാടാക്കപ്പെടരുത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ചെറിയൊരു ഉദാഹരണം, നമ്മളെ മുമ്പിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. പരമപൂജ്യ ജയേന്ദ്ര സരസ്വതി സ്വാമികളെ കാഞ്ചി കാമകോടി മഠത്തിൽ അർദ്ധരാത്രിക്കാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അത് നമ്മുടെ മാധ്യമങ്ങളിൽ, പത്രങ്ങളിലൊക്കെ വെണ്ടയ്ക്കായിട്ട് ദിവസങ്ങൾ വന്നു, നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്. അത് കഴിഞ്ഞ് സ്വാമിജി യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ നമ്മൾ എവിടെയാണ് വാർത്ത കൊടുത്തത്? ചെറിയൊരു കഷ്ണം വാർത്ത. നേരെ മറിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു ആഘോഷങ്ങൾ? ഇതായിരിക്കുന്നു ഇന്ന്. വൈകാരികതയാൽ നയിക്കപ്പെടുന്നവരായി പോകുന്നു നമ്മൾ പോലും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളും മാധ്യമമായിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പോലും എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഇല്ല, അതൃപ്തി അറിയിച്ചിട്ടില്ല. അതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി കാണുന്നു, അത്രയേ ഉള്ളൂ. ഒരു വ്യക്തി ഇപ്പോൾ ചിദാനന്ദ സ്വാമിക്ക് പറയാം, സ്വാമിജിക്ക് പറയാം, പക്ഷെ മാർഗദർശക മണ്ഡലം പറയണമെങ്കിൽ യോഗത്തിൽ കൂടി ആലോചിച്ചിട്ടല്ലേ പറ്റുള്ളൂ. അത്തരം ഒരു ചർച്ച വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം
ആലോചിച്ചപ്പോൾ. CBI അന്വേഷണം വേണമെന്ന് മാർഗദർശക മണ്ഡൽ മീറ്റിങ്ങിലുള്ള മുഖ്യമായ ആവശ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ വ്യക്തിപരമായി ഒന്നുപോലും എഴുതിയിട്ടില്ല. ഇതൊക്കെ മാർഗദർശക മണ്ഡലം എടുത്ത തീരുമാനത്തിൻ്റെ അമിത്ഷാജിയോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അമിത്ഷാജിക്ക് നമ്മൾ പറഞ്ഞ വാക്കാലുള്ളത് പോരാ, നമ്മൾ ആവശ്യപ്പെടണം. രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല. ഇല്ല, അമിത്ഷാജിയെ പോയി കണ്ടത് മാർഗദർശക മണ്ഡല അധ്യക്ഷൻ എന്നുള്ള രൂപത്തിൽ സ്വാമി ചിദാനന്ദപുരിയും ചിന്മയ മിഷൻ തിരുവനന്തപുരം ആചാര്യനായിട്ട് പ്രവർത്തിക്കുന്ന ബ്രഹ്മചാരി സുധീർ ചൈതന്യജിയാണ്. കാരണം പെട്ടെന്ന് നമുക്ക് ആളെ ഒത്തുകൂട്ടാൻ വയ്യാതായി, രാത്രി തീരുമാനിച്ചു പെട്ടെന്ന് പോയതാണ്.